നമസ്കാരം. ജിംനി എക്സ്പ്ലോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെന്നാ പോകുന്നത് വാഗമണിലേക്കാണ്. നമ്മളുടെ EVയുമായിട്ടാണ് നമ്മൾ പോകുന്നത്. തൊടുപുഴയിൽ നിന്ന് വാഗമൺ പോകുന്ന വഴിക്കുള്ള ഒരു വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കൂടെ ഇറങ്ങി വളരെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ അല്പനേരം ഇവിടെ ചെലവിട്ടു. ഈ യാത്രയിൽ നമ്മുടെ EV കൊണ്ടുപോയാലുള്ള അനുഭവങ്ങളും വാഗമണിലെ ഇപ്പോഴത്തെ കാഴ്ചകളുമാണ് നമ്മൾ വിവരിക്കുന്നത്. വാഗമണിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരു വ്യൂ പോയിന്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങൾ പോകുമ്പോൾ വളരെ തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വളരെ സൗകര്യമായി കാഴ്ചകളെല്ലാം കാണാനായിട്ട് സാധിച്ചു. സാധാരണയായിട്ട് വളരെ തിരക്കുള്ള ഒരു സ്ഥലമാണിത്. നമുക്ക് വാഹനം നിർത്താൻ തന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. വളരെ തിരക്ക് കുറവായതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വാഹനം നിർത്തി എല്ലാ കാഴ്ചകളും കാണാനായിട്ട് സാധിച്ചു. നമ്മളിങ്ങോട്ട് വന്ന റോഡാണ് അങ്ങ് ദൂരെ കാണുന്നത്. EVയുമായിട്ടുള്ള ഒരു യാത്ര എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പലരും പറഞ്ഞുകൊണ്ടാണ് ഞാൻ EVയെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ കൂടി ഈ വീഡിയോയിൽ പറയുന്നത്. EVയുമായിട്ട് യാത്ര ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പലർക്കുമുള്ളൊരു സംശയമാണിത്. നമ്മളങ്ങനെ ഈ വ്യൂ പോയിന്റിലെ കാഴ്ചകളെല്ലാം കണ്ട് വീണ്ടും മുകളിലേക്ക് കയറുകയാണ്. ഇത് കുരിശുമല പോകുന്ന വഴിയാണ്. ഇവിടെയാണ് വാഗമണിലുള്ള ഒരേ ഒരു ചാർജിങ് സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഈ വാഹനം ടോപ്പ് അപ്പ് ചെയ്ത് ഇവിടെ നിന്ന് 100% ചാർജ് ചെയ്തു. തൊടുപുഴയിൽ നിന്ന് വരുമ്പോൾ വാഗമൺ എത്തുന്നതിന് മുമ്പ് കുരിശുമല ജംഗ്ഷനിലാണ് ഈ ചാർജിങ് സ്റ്റേഷൻ ഉള്ളത്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയത് കുരിശുമലയാണ്. ആ ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ മാത്രം ഉള്ളിലേക്ക് പോയാൽ നമ്മളിവിടെ എത്തും. കുരിശുമലയുടെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ വീണ്ടും പോയത് തങ്ങൾപ്പാറയിലേക്കാണ്. പക്ഷെ അവിടെ റോഡ് വർക്ക് നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് കയറാനായിട്ട് കഴിഞ്ഞില്ല. വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് ഈ കാണുന്ന വാഗമൺ മെഡോസിന്റെ മറുഭാഗം കാണാൻ കഴിഞ്ഞ്. ഇതുവഴിക്കാണ് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയത്. അടുത്തതായിട്ട് ഞങ്ങൾ എത്തിയത് പൈൻ ഫോറസ്റ്റിലാണ്. ഇതിനു മുമ്പ് ഞാൻ വാഗമൺ പോയപ്പോൾ ഈ പൈൻ ഫോറസ്റ്റും അതുമാതിരി വാഗമൺ കാഴ്ചകളെല്ലാം വളരെ വിശദമായിട്ട് തന്നെ ഷൂട്ട് ചെയ്തിട്ട് ഇതിനു മുമ്പ് വീഡിയോ കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് അകത്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കണ്ടാൽ കൂടുതൽ അറിയാം. പൈൻ ഫോറസ്റ്റിനടുത്ത് തന്നെ വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. അവിടെ നിന്ന് പിന്നീട് ഞങ്ങൾ പോയത് അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. അഡ്വഞ്ചർ പാർക്കും ഞാനിവിടെ കൂടുതലായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം ഈ അഡ്വഞ്ചർ പാർക്കിന്റെയും അതുപോലെ ഈ ഗ്ലാസ് ബ്രിഡ്ജിന്റെ നല്ല വീഡിയോ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇതിനകം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണയായിട്ട് ഇവിടെ വാഗമണിൽ ഈ അഡ്വഞ്ചർ പാർക്കിൽ വരുന്നവർ ഈ അഡ്വഞ്ചർ പാർക്കിനകത്ത് വന്നതിന് ശേഷം നമ്മൾ എൻ്റർ ചെയ്ത ഭാഗത്തു കൂടെ തന്നെ തിരിച്ചു പോവുകയാണ് പതിവ്. ഇതിന്റെ ഓപ്പോസിറ്റ് നമ്മൾ ഇതിനെ ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് ഒരു ഔട്ടുണ്ട്. സ്വന്തമായി വാഹനത്തിൽ വരുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ. ബസ്സുകളിലെല്ലാം വരുന്നവർക്ക് ഇങ്ങോട്ട് എൻട്രി വരില്ല. ഞങ്ങളത് നേരെ അഡ്വഞ്ചർ പാർക്ക് ക്രോസ് ചെയ്ത് മുന്നോട്ടാണ് നടന്നത്. അപ്പോൾ കാണുന്ന കാഴ്ചകളാണിത്. വാഗമണിന്റെ ഒരു വേറിട്ട കാഴ്ചകളാണ്. ഒരു ബിൽഡിങ്ങുകളും യാതൊരു തിരക്കും ഇല്ലാത്ത ഒരു റോഡ്, ചുറ്റും ഇങ്ങനെയുള്ള മൊട്ടക്കുന്നുകൾ മാത്രം. കുറച്ചെല്ലാം ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് സംശയമായി ഈ റോഡ് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. എങ്കിലും 1-2 വാഹനം ഒഴുന്നുകൊണ്ട് ഞങ്ങൾ വീണ്ടും നേരെ പോയി. 4 ചുറ്റും നോക്കിയാൽ യാതൊന്നും തന്നെ കാണില്ല, ഈ മൊട്ടക്കുന്നുകളല്ലാതെ. ഞങ്ങൾ അതേ വഴി തന്നെ നേരെ യാത്ര തുടർന്നു. സ്വന്തമായിട്ട് വാഹനമായിട്ട് വരുന്നവർക്ക് തീർച്ചയായിട്ടും വരാവുന്ന ഒരു വഴിയാണ്. അതിനുശേഷം ഞങ്ങൾ പോയത്
വാഗമൺ മെഡോസിലേക്കാണ്. ഈ മുട്ടക്കുന്നുകളുടെ കാഴ്ചകളാണ് വാഗമണിൽ കാണാനായുള്ള മറ്റൊരു കാഴ്ച. ഞാൻ ഈ EV ആയിട്ട് വന്നപ്പോൾ നേരത്തെ ചാർജ് ചെയ്ത് കാണിച്ചിരുന്നു. ഈ വാഗമണിൽ നിന്ന് 100% ചാർജ് ചെയ്തതിന് ശേഷം വാഗമണിലെ കാഴ്ചകളെല്ലാം കണ്ട്, വാഗമണിൽ ഈ കുരിശുമലയും തങ്ങൾപ്പാറയും അതുപോലെ മറ്റെല്ലാ കാഴ്ചകളും കണ്ട് തിരിച്ച് തൊടുപുഴ എത്തി. അവിടെ സ്റ്റേ ചെയ്ത് പിന്നത്തെ ദിവസം തൊമ്മൻകുത്ത് വാട്ടർഫാളിലേക്ക് പോയി. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. തൊമ്മൻകുത്ത് വാട്ടർഫാളും കണ്ടതിന് ശേഷം അവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് തൊടുപുഴ എത്തി. അവിടെ നിന്ന് തൃശ്ശൂർ എത്തിയതിന് ശേഷവും വാഹനത്തിൽ ഏതാണ്ട് 30% ചാർജ് ബാക്കിയുണ്ടായിരുന്നു. അതായത് വാഗമണിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുന്ന ദൂരം, തൃശ്ശൂരൊക്കെ വരുന്ന ദൂരം ഏതാണ്ട് ഒരു 70% ഇറക്കമായിരുന്നു. റീജിയൻ വഴിയാണ് നമ്മൾ വാഹനം ഓടിച്ചത്. അതുകൊണ്ട് തന്നെ വാഗമണിൻ്റെ എല്ലാ കാഴ്ചകളും കണ്ട് തൊടുപുഴ വന്ന് തൊമ്മൻകുത്ത് വാട്ടർഫാളും കണ്ട് എല്ലാം കണ്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴും വീണ്ടും വാഹനത്തിൽ ചാർജ് ഉണ്ടായിരുന്നു. 5EV LR ആണ് എൻ്റെ വാഹനം. നമ്മളതിനെ വാഗമണിൽ നിന്ന് തിരിച്ചിറങ്ങിയത് പുള്ളിക്കാനം വഴിയാണ്. അങ്ങോട്ട് പോയ വഴിയല്ല, തിരിച്ച് മൂലമറ്റത്തേക്ക് വരുന്ന വഴിക്കാണ് ഇറങ്ങിയത്. വളരെ ഡീപ്പായിട്ടുള്ള റോഡായിരുന്നു, വളരെ ഇറക്കമാണ്. കാണാനായിട്ട് ഇതുപോലെ നല്ല മനോഹരമായ കാഴ്ചകളും ആ വഴിയിലുണ്ടായിരുന്നു. നമ്മൾ സ്വന്തമായിട്ട് വാഹനത്തിലെല്ലാം പോകുമ്പോൾ നമുക്കിങ്ങനെ വേറിട്ട വഴികളിൽ കൂടെ എല്ലാം വന്ന് കാഴ്ചകളെല്ലാം കണ്ട് സാവധാനം യാത്ര ചെയ്ത് വരാനായിട്ട് സാധിക്കും. EV ഉപയോഗിക്കുന്നവർക്കെല്ലാം ധൈര്യമായിട്ട് വരാവുന്ന ഒരു റൂട്ടാണ് വാഗമണ്ണ്. അതുകൂടി കാണിക്കുന്നതിനാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്ത്. വാഗമണ്ണിലെ എല്ലാ കാഴ്ചകളും ഞാൻ ഇതിനകം തന്നെ വേറെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വാഗമണ്ണുള്ളൂ. പിന്നെ ഒന്ന് നമ്മളുടെ ജീപ്പ് സഫാരിയാണ്. ജീപ്പ് സഫാരിയുടെ വീഡിയോയും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.